അജ്മി ബ്രാൻഡിന്റെ ചെമ്പാ പുട്ടുപൊടിയുടെ പ്രത്യേകത എന്താണെന്നറിയോ? കറിയൊന്നും വേണ്ട, വെറുതെ കഴിക്കാം, അത്ര ടേസ്റ്റാണ്. വാമികക്കുട്ടി ഇന്ന് ഭയങ്കര ഹാപ്പി ആയിരുന്നു, കാരണം അവളുടെ കുഞ്ഞേച്ചി വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫസ്റ്റ് കസിന്റെ മോളാണ് ആരാധനക്കുട്ടി. പിന്നെ ജസ്റ്റ് പറമ്പിലോട്ടൊന്നിറങ്ങി. വേറൊന്നിനുമല്ല, നല്ല മാലിമുളക് കായ്ച്ചു കിടപ്പുണ്ട്. നമ്മളത് വിത്തിനിട്ടേക്കുന്നതാണ്, അതുകൊണ്ട് പഴുത്തിട്ടും എന്നും കുറച്ച് സമയം പറമ്പിൽ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അച്ഛൻ ഒരു സമാധാനവും ഇല്ല. അതുകൊണ്ട് അച്ഛൻ എന്തൊക്കെയോ പരിപാടികളാണ്. ഈ മുളകിന് ഞങ്ങൾ മാലിമുളകെന്നും കരണംപൊട്ടി മുളകെന്നും ഒക്കെ പറയാറുണ്ട്. ഭയങ്കര എരിവാണ്. ഒരുപാട് പാക്ക് പഴുത്ത് പൊഴിഞ്ഞ് പറമ്പിലാകെ കിടപ്പുണ്ട്. വഴിയിൽ കിടന്നത് മാത്രം ഞാൻ ഒരു ചേമ്പിലെ പിറക്കി വെച്ചു. പാക്ക് നമ്മൾ പുറത്ത് കൊടുക്കാറുണ്ട്. ഒരുപാട് കവുങ്ങൊന്നുമില്ല, കുറച്ച് എണ്ണവേ ഉള്ളൂ. പക്ഷെ ഉള്ളതിലൊക്കെ അത്യാവശ്യം കായ്കളുണ്ട്. നമ്മൾ വെള്ളത്തിൽ പ്ലാന്റ്സ് വെക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അതിലെ വെള്ളം മാറ്റി കൊടുക്കണം. ഇടയ്ക്ക് വെള്ളം റീഫിൽ ചെയ്ത് കൊടുത്താലും ഞാൻ ഈ ഫിലോഡെൻഡ്രോൺ വെച്ചിരുന്ന വെള്ളം ആകെ പായൽ പിടിച്ച പോലെ തോന്നി. അതുകൊണ്ടാണ് കഴുകി വൃത്തിയാക്കി ഫ്രഷ് വാട്ടർ നിറച്ചു കൊടുത്തു. വേരൊന്നും ഇല്ലാത്തൊരു മൂടായിരുന്നു ഞാൻ വെച്ചു കൊടുത്തത്. പക്ഷെ ഇപ്പൊ നിറച്ചും വേരായി നല്ല തിക്കായിട്ടുണ്ട്. ഫിലോഡെൻഡ്രോൺ മണ്ണിൽ മാത്രമല്ല വെള്ളത്തിലും നല്ലപോലെ വളരും. ഞാനിതൊരു പരീക്ഷണം നടത്തി നോക്കിയതാണ്. കണ്ടില്ലേ, നല്ല ഹെൽത്തി ലീവ്സ് ആണ്. ഫിലോഡെൻഡ്രോൺ മാത്രമല്ല, സ്നേക്ക് പ്ലാന്റും സ്പൈഡർ പ്ലാന്റും ഒക്കെ നമുക്ക് വെള്ളത്തിൽ വളർത്താം.